എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന 13-ാം തീയതി യുഗാദിയാണ്, വർഷപ്രതിപദയാണ്. ഭൂമിയുടെ ജന്മദിനം എന്ന രീതിയിലാണ് ഭാരതം ഈ ദിനത്തെ കാണുന്നത്. പുതുവർഷത്തിൻ്റെ ആരംഭം കൂടിയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭൂമി ദേവി എന്ന സങ്കല്പമാണ് ഭാരതത്തിനുള്ളത്. ആ ഭൂമി ദേവി ഇന്ന് രോഗഗ്രസ്തയാണ്. ഭൂമിയുടെ രോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ജലസ്രോതസ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അന്തരീക്ഷത്തിൽ ചൂട് ഗണ്യമായി വർദ്ധിക്കുന്നു. അതിൻ്റെ ഏറ്റവും അലങ്കാരമായ വനപ്രദേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും സൗന്ദര്യമായ കാർഷിക പ്രദേശങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ സംബന്ധിച്ച് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും രോഗം വന്നാൽ ചികിത്സിക്കണം. അപ്പം ഈ ഒരു ഭൂമിയെ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ആയുർവേദത്തിൽ കായകൽപ്പ ചികിത്സ എന്നൊരു സമ്പ്രദായമുണ്ട്. 70 വയസ്സുള്ള ഒരു വ്യക്തി കായകൽപ്പ ചികിത്സയ്ക്ക് വിധേയനായാൽ ഒരു 30-35 വയസ്സ് പ്രായമേ പിന്നീട് അദ്ദേഹത്തിന് തോന്നിക്കും. ആ ഒരു യുവത്വവും ഊർജ്ജസ്വലതയും അദ്ദേഹം വീണ്ടെടുക്കും. ഇതേ രീതിയിൽ ഭൂമിയെ അതിൻ്റെ താരുണ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്നുള്ള നിലയിലാണ് ഭൂമി സുപോഷണ അഭിയാൻ എന്ന വലിയ ഒരു മുന്നേറ്റം ഭാരതത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഭൂമി നേരിടുന്ന പ്രശ്നങ്ങൾ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം. ഇതുകൊണ്ട് ഇവിടെ ജീവജാലങ്ങൾക്ക്, സസ്യജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഇതിനെന്താണ് പരിഹാരം? ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും ചിന്തകളും ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം സംഘടനകളും മഹാത്മാക്കളും ചേർന്ന് ഇത്തരമൊരു പ്രവർത്തനം തുടങ്ങി വയ്ക്കുന്നു. ആ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ 13-ാം തീയതിയാണ്. അന്ന് ആരംഭിച്ച് ജൂലൈ മാസം 24-ാം തീയതി വരെ ആ ഒരു പ്രവർത്തനം തുടരും. ദേശവ്യാപകമായി ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനവും അവിടുത്തെ കാലാവസ്ഥയ്ക്കും സൗകര്യത്തിനും അനുസരിച്ച് ഒരു ചെറിയ കാലയളവ് നിശ്ചയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നത് മെയ് മാസം 5 മുതൽ ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം വരെ ഉള്ള ഒരു മാസക്കാലമാണ്. പക്ഷേ ദേശവ്യാപകമായി ഇതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ, ഉദ്ഘാടനം എന്നുള്ള നിലയിൽ ഈ വരുന്ന 13-ാം തീയതി ഗ്രാമാന്തരങ്ങളിൽ ഭൂമി പൂജ അല്ലെങ്കിൽ ഭൂമി വന്ദനം നടത്തപ്പെടുകയാണ്. ഭൂമി വന്ദനം എന്ന് പറയുന്ന സമയത്ത് നദീതീരങ്ങളിലെ ഗ്രാമങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, മഹാനഗരങ്ങൾ, അതേപോലെ ആശ്രമങ്ങൾ, മഠങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ആരാധനാലയങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഭൂമിയെ വന്ദിച്ച് അവിടെ നിന്ന് ഭൂമി സുപോഷണ അഭിയാനിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് പ്രതിജ്ഞയെടുത്ത് പ്രസാദം കഴിച്ച് അങ്ങനെ പോവുകയാണ്. ഭൂമിയെ മാത്രമല്ല ഈ ഘട്ടത്തിൽ പൂജിക്കുന്നത്, ജന്തുജാലങ്ങളുടെ പ്രതീകം എന്നുള്ള നിലയ്ക്ക് ഗോമാതാവിനെ പൂജിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ പ്രതീകമായി വൃക്ഷപൂജ അത് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയായി ഈ ഒരു ദിശയിലേക്ക് ജനങ്ങളെ, ചിന്തയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഈ ഒരു പ്രശ്നത്തിൻ്റെ മുഴുവൻ തുടക്കം മനുഷ്യൻ്റെ ബുദ്ധിയാണ്. കാരണം മനുഷ്യബുദ്ധിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജീവജാലങ്ങളെ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യനല്ലാത്ത മറ്റെല്ലാ ജീവജാലങ്ങളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവിതശൈലിയാണ്. മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന
ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പണ്ട് ഒരു ലേഖനത്തിൽ വായിച്ച കാര്യമാണ്, ഒരു അമേരിക്കക്കാരൻ ജീവിക്കുന്നത് പോലെ ലോക ജനസംഖ്യ മുഴുവൻ ജീവിക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്ന 20 വർഷത്തിനുള്ളിൽ 5 ഭൂമി വേണ്ടി വരും എന്നാണ് കണക്ക്. അപ്പം ഈ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണ് ഭാരതത്തിന് പുറത്തുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ഭൂമിയോടുള്ള കാഴ്ചപ്പാട് മാതാ ഭൂമി പുത്രോ അഹം പൃഥിവ്യ എന്നാണ്. ഈ ഭൂമി നമ്മുടെ മാതാവാണ്, നമ്മളെല്ലാവരും അതിൻ്റെ മക്കളാണ്. ഒരു മാതൃപുത്ര കുടുംബ ബന്ധമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളത് എന്ന് പണ്ട് മുതൽ, ഇത് വേദകാലത്തെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത ജീവിത ശൈലി കൊണ്ട് ഭൂമിക്ക് ഒരു ദോഷവും ഉണ്ടാകാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഭാരത ബാഹ്യമായ പല ജീവിത ശൈലികളും നമ്മൾ നോക്കിയാൽ അവരെല്ലാം തന്നെ അവരെ ദർശനമായിട്ടെടുത്തത് ദൈവം ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു, ആ പുരുഷനെ പരിചരിക്കാൻ വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു, ആ സ്ത്രീക്കും പുരുഷന് വേണ്ടി പ്രകൃതിയെ സൃഷ്ടിച്ചു എന്നാണ്. അതായത് തത്വത്തിൽ മനുഷ്യൻ്റെ സുഖ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ് പ്രകൃതി. അതുകൊണ്ട് വനം വെട്ടാം, മണൽ വാരാം, പർവ്വതങ്ങളെ തോണ്ടിയെടുക്കാം, പാറകൾ പൊട്ടിക്കാം, ജലം മലിനമാക്കാം, എന്ത് ചെയ്താലും മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള പ്രകൃതി എനിക്ക് എങ്ങനെയും ഉപയോഗിക്കാം. ഈ ഒരു കാഴ്ചപ്പാട് വ്യാപകമായി. ഇത് വ്യാപകമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭൂമി നേരിടുന്ന പ്രശ്നങ്ങൾ. ഭൂമിയുടെ കാലപ്പഴക്കം പറയുന്നത് 460 കോടി വർഷമാണ്. ഈ 460 കോടി വർഷവും ഈ ഭൂമി സുഗമമായി നിലനിന്നു. പക്ഷെ ഇന്ന് ഭൂമി ചരമഗീതം പാടുകയാണ്. അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഈ ജീവിതശൈലി വ്യതിയാനമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഈ ഭൂമി സുപോഷണം എന്ന് പറയുമ്പോൾ അതൊരു ബോധവൽക്കരണ പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക, ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മാതാ അമൃതാനന്ദമയി ദേവി അവരുടെ 57ാമത്തെ ജന്മദിനം വളരെ സമുചിതമായി വള്ളിക്കാവിൽ ജനസാഗര സമ്മേളനം എന്ന് പറഞ്ഞ് ആഘോഷിച്ച സമയത്ത് അവർ നൽകിയ ഒരു ജന്മദിന സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ അവർ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതശൈലിയെ സംബന്ധിച്ചാണ്. അവർ പറയുകയാണ്, ഈ ഒരു ഭൂമുഖത്ത് നിന്ന് കൃമി കീടങ്ങൾ, അതായത് ചെറിയ ചെറിയ ജീവികൾ ഇല്ലാതായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന 50 വർഷത്തിനുള്ളിൽ ഈ ഭൂമി ഒരു മരുഗോളമായി തീരും എന്നാണ്. നേരെ മറിച്ച് വിശേഷ ബുദ്ധിയുണ്ട് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ജീവവർഗം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ വരാൻ പോകുന്ന 50 വർഷത്തിനുള്ളിൽ ഇവിടെ എല്ലാ ജീവജാലങ്ങളും സസ്യജാലങ്ങളും പുഷ്ടിപ്പെടും, ഭൂമി സമ്പൽ സമൃദ്ധയാകും എന്നാണ്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യനാണ് ഭൂമിയെ നശിപ്പിക്കുന്നത് എന്ന് വരും. അപ്പം മാതാഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മകനാണല്ലോ, ആ മകനാണ് ഭൂമിയെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ മക്കളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്ത ഒരമ്മ എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം. ഇതേ അവസ്ഥയാണ് മനുഷ്യനെ കൊണ്ട് ഭൂമിക്ക് ജീവിക്കാൻ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യൻ്റെ മനോഭാവത്തിൽ കാര്യമായ പരിവർത്തനങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ഭാരതീയമായ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഭാരതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവിത ശൈലിക്ക് പറയുന്ന പേര് യജ്ഞ സംസ്കാരം എന്നാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നാണ്. അപ്പോൾ എല്ലാ പ്രവർത്തനവും നമ്മൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ തെറ്റാകാൻ തരമില്ല. അപ്പോൾ ആ രീതിയിലുള്ള യജ്ഞ സംസ്കാരമാണ് നമ്മുടെ. അങ്ങനെയുള്ള യജ്ഞ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചമഹായജ്ഞം ചെയ്യണം ഓരോ ഭാരതീയൻ. അപ്പോൾ ആ പഞ്ചമഹായജ്ഞത്തിലെ ഒന്നാമത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ അറിവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, അതിൽ വിദ്യാഭ്യാസ പ്രവർത്തനം, ബോധവൽക്കരണ പ്രവർത്തനം എന്ന് പറയാം. ഒരു ഭാരതീയനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ബോധവൽക്കരണ പ്രവർത്തനമാണ് എന്ന് പറയും, ബ്രഹ്മയജ്ഞം. രണ്ടാമത്തെ ഒരു യജ്ഞമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നത് ദേവയജ്ഞമാണ്.
ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരു തിരി തെളിയിക്കുന്നത് മുതൽ അതിരാത്രം വരെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പുതിയ തലമുറയ്ക്ക് മഹത്തായ സംസ്കാരം പകർന്നു നൽകുകയാണ്. സംസ്കാരം എന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാൻ സാധ്യമല്ല, പകർന്നു നൽകാനേ പറ്റും. അപ്പോൾ ആ രീതിയിൽ അടുത്ത തലമുറയ്ക്ക് സംസ്കാരം പകർന്നു നൽകുന്ന പ്രവർത്തനമാണ് ദേവയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ഒരു യജ്ഞം എന്ന് പറയുന്ന സമയത്ത് പിതൃയജ്ഞമാണ്. പിതൃയജ്ഞം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പൂർവികന്മാർ, നിരവധി ഋഷിമുനിമാരുടെ, ഗുരുക്കന്മാരുടെ ഒക്കെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സംസ്കാരം അങ്ങനെ ഒഴുകി വന്നത്. അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ തന്നെ അനുസ്മരിക്കാനും അവരിൽ നിന്ന് പാഠങ്ങൾ, സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകണം ഓരോ ഭാരതീയനും എന്നാണ്. പൂർവികന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഭാരതീയന് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പൂർവിക സ്മരണയാണ് ഈ ഒരു പിതൃയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ശ്രാദ്ധം മൂട്ടുക എന്ന്. ശ്രാദ്ധം മൂട്ടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ഒരു ഭാരതീയൻ 6 പേർക്ക് ബലിയിടണം എന്നാണ്. ബലിയിടുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും, അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും, ഇങ്ങനെ 6 പേർക്ക് ബലിയിടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് അവന് ഏതാണ്ട് ഒരു 250 വർഷത്തെ ചരിത്രബോധം ഉണ്ടാവുകയാണ്. ആ ഒരു പാരമ്പര്യ ബോധം ഉണ്ടാവുകയാണ്, പൈതൃക ബോധം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും പിന്നെ അവന് വഴിതെറ്റാൻ സാധ്യമല്ല. കാരണം അവൻ്റെ പിന്നിൽ വലിയൊരു ഭൂതകാലം അവനെ തള്ളി മുന്നോട്ട് നയിക്കാനുണ്ട്. ഈ ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനാണ് നമ്മൾ ഈ പിതൃയജ്ഞം എന്നുള്ള കാര്യം ചെയ്യുന്നത്. ഈ 4ാമത്തെ യജ്ഞം എന്ന് പറഞ്ഞാൽ നൃയജ്ഞമാണ്. നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മാനവയജ്ഞം എന്നും അതിനെ പറയാറുണ്ട്. അതായത് അടുത്ത തലമുറയെ സംബന്ധിച്ച് അവർക്ക് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു, എന്ത് കേൾപ്പിക്കുന്നു, എന്ത് അനുഭവിപ്പിക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെയാണ് സംസ്കാരം തലമുറ പകർന്നു നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത തലമുറയെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിത ശൈലി സ്വീകരിക്കാൻ തയ്യാറാകണം ഇന്നത്തെ രക്ഷകർത്താക്കളും അധ്യാപകരും അതേപോലെ മുതിർന്നവരും. അങ്ങനെ വന്നാലാണ് നമ്മളെ കണ്ട് നല്ലത് പഠിച്ച ഒരു തലമുറ ഉണ്ടാകും. അതിൻ്റെ കുറവ് വന്നാൽ ആ സമൂഹം നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നൃയജ്ഞം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 5ാമത്തെ യജ്ഞം എന്ന് പറയുമ്പോൾ ഭൂതയജ്ഞമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂജാതമായത്, ജനിച്ചത്, അവതരിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിൽ സസ്യജാലങ്ങളും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടും. അപ്പം അങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആ ജീവജാലങ്ങളെ എങ്ങനെ നമ്മൾ പരിചരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മരം വെട്ടിമുറിക്കുക എന്നതിന് പകരം വെച്ച് പിടിപ്പിക്കുക എന്നതായിരിക്കണം നമ്മളെ തത്വം. ഒരു മൃഗത്തെ നമ്മൾ അറക്കുന്നതിന് പകരം അതിനെ കറക്കുക എന്നുള്ളതായിരിക്കണം നമ്മളെ തത്വം. അപ്പോൾ ഈ ജീവജാലങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജീവജാലങ്ങളോടും സഹജീവികളോടുമൊക്കെ ഒരു ഭക്തി, ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ പൂർവികന്മാർ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. പർവ്വതങ്ങളെ ആരാധിക്കുന്നു, വൃക്ഷങ്ങളെ ആരാധിക്കുന്നു, നദികളെ പൂജിക്കുന്നു, പശുവിനെ ആരാധിക്കുന്നു, സർപ്പത്തെ നമ്മൾ കാവ് സ്ഥാപിച്ച് അതിനെ പ്രതിഷ്ഠിക്കുന്നു, എലി നമ്മൾക്ക് ഗണപതിയുടെ വാഹനമാണ്, ഗണപതി എന്ന് പറഞ്ഞാൽ അത് ആനയാണ്, ആ നിലയ്ക്ക് ആനയെ കാണുന്നു. ഇങ്ങനെ മൃഗങ്ങളെല്ലാം തന്നെ ഈശ്വരൻ്റെ അംശമാണ് എന്നുള്ള ബോധ്യം ചെറുപ്പം മുതലേ സൃഷ്ടിക്കുന്നത് കൊണ്ട് അവരോട് സഹകരിച്ചു പോകാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ജീവജാലങ്ങളോടുള്ള ബന്ധം. ഇനി പ്രകൃതിയെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്കുള്ള സാമഗ്രിയാണ് പഞ്ചഭൂതം. സൃഷ്ടിക്കുള്ള സാമഗ്രികൾ മലിനമായാൽ അതുകൊണ്ട് സൃഷ്ടിക്കുന്ന സൃഷ്ടികളെല്ലാം തന്നെ വികലമായിത്തീരും. ഇന്ന് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസുഖമില്ലാത്ത ആരുമില്ലാത്ത ഒരവസ്ഥ ലോകത്തുണ്ട്. കാരണം എന്താണ്? ഈ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ മലിനമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കണം. അപ്പം അതുകൊണ്ട് ജലം എന്ന് പറഞ്ഞാൽ ആ സ്രോതസ്സുകളെ സംരക്ഷിക്കണം, ജലം പരിശുദ്ധമായി വെക്കണം. ഭൂമിയുടെ 1/3 പ്രദേശം വെള്ളമാണെങ്കിലും ശുദ്ധമായ ജലം അതിൽ 4-5% മാത്രമേ ഉള്ളൂ. ആ ശുദ്ധജലത്തെ സംരക്ഷിച്ച് ഈ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും അതേപോലെ തന്നെ ജന്തുജാലങ്ങൾക്കും ശുദ്ധമായ വെള്ളമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഏതാണ്ട് 55% വെള്ളമാണ് എന്നാണ്.
വെള്ളം ശരീരത്തിൽ നിന്ന് മാറ്റിയാൽ പിന്നെ ആ വ്യക്തിയില്ല. ഇതേപോലെ തന്നെയാണ് ഭൂമിയിൽ നിന്ന് വെള്ളം എന്ന് പറയുന്ന ശുദ്ധജലം മാറ്റിയാൽ പിന്നെ ഭൂമിക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജലസംരക്ഷണം പ്രധാനമാണ്. ജീവന്റെ ഉൽപ്പത്തി തന്നെ ജലത്തിൽ നിന്നാണ് എന്നാണ് സങ്കല്പം. വെള്ളമില്ലെങ്കിൽ പിന്നെ ജീവന്റെ ഉൽപ്പത്തി ഇല്ലാതാവും, ജീവൻ നശിക്കും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വായുവാണ്. വായു എന്ന് പറയുമ്പോൾ പ്രാണവായു, ഓക്സിജനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മനുഷ്യനെ മാത്രമാണ് പ്രാണവായു ഓക്സിജൻ. മറ്റുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ച് അത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാതകമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയിൽ ജീവജാലങ്ങളിൽ മുഴുവൻ തന്നെ അവർ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് ജീവജാലങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. സസ്യജാലങ്ങളാണെങ്കിൽ ഈ ജന്തുജാലങ്ങളെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ സ്വീകരിച്ച് അവർ ഓക്സിജൻ പുറത്തേക്ക് വിടും, കാരണം ജന്തുജാലങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര ക്രയവിക്രയം ഇവിടെ കൃത്യമായി നടക്കുകയാണ്. ഇതിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ ആകെ തകർന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു വായു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ സംരക്ഷിക്കണം, അതിനെ മലിനമാക്കാതിരിക്കണം. ആ വായു പൂർണ്ണമായും സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ മരങ്ങളിൽ നിന്നാണല്ലോ ശുദ്ധവായു ലഭിക്കുന്നത്. അത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഈ ഒരു വായു എന്ന് പറയുന്ന പഞ്ചഭൂതത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് അടുത്ത ഒരു ഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയെ നമ്മൾ ദേവി എന്നാണ് സങ്കല്പിക്കുന്നത്. ആ ഒരു ഭൂമി ഒരിക്കലും തന്നെ മലിനമാകാൻ പാടില്ല. അതേപോലെ തന്നെ അതിനെ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ തെർമോക്കോൾ പോലുള്ള കാര്യങ്ങളെ കൊണ്ടോ മൂടാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കും. ഒരു പ്ലാസ്റ്റിക് ഒരു മണ്ണിൽ കടന്നു കഴിഞ്ഞാൽ ഒരു വേര്, മരത്തിൻ്റെ വേര് അതിലെ കടന്നു പോകുമ്പോൾ നോക്കാം. അപ്പോൾ ആ മരത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തടസ്സം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം സൃഷ്ടിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം മാലിന്യങ്ങളാണ് നമ്മൾ തള്ളുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ പവിത്രത നമുക്ക് കാത്തുരക്ഷിക്കണം. പണ്ട് കാലത്ത് നമുക്ക് ഭൂമിയിലൂടെ നഗ്നപാതമായി നടന്നു പോകാൻ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? പുറത്തേക്ക് ഇറങ്ങണേ 3-ാമത്തെ വയസ്സായ കുട്ടി വരെ ചെരുപ്പിട്ട് നടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഭൂമിയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ കാരണം ഭൂമി മലിനമാണ്, അത് പരിശുദ്ധമല്ല എന്നതുകൊണ്ടാണ്. ഭൂമിയെ പരിശുദ്ധമാക്കി ഭൂമിയിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവുക. ഇതാണ് പഞ്ചഭൂത സംരക്ഷണത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെ അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ അവിടെ ഊർജം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഊർജം എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഊർജം ധാരാളമുണ്ട് നമുക്ക്. അത് നമ്മൾ വേണ്ടവണ്ണം ഉപയോഗിക്കണം, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. ഒരിക്കലും അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ധനങ്ങൾ, ഊർജങ്ങളെല്ലാം തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ധാരാളിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഊർജ ഉപയോഗം അത് നമ്മൾ ശീലമാക്കണം. അതിന് പറ്റുന്ന ഒരു ജീവിത ശൈലി നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഈ ഇന്ധനങ്ങളെല്ലാം കത്തിച്ച് നമ്മൾ തള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാലിന്യങ്ങളുണ്ട്, അത് അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത്. പല പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ഈ ഒരു പുകയും മാലിന്യങ്ങളെയും കൊണ്ട് ജനങ്ങൾ ശ്വാസമുട്ടി കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു. ശുദ്ധമായ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഓക്സിജൻ ബൂത്തുകളിൽ പോകേണ്ട സാഹചര്യം വരുന്നു. പണ്ടൊക്കെ നമ്മൾ ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ബൂത്തിൽ പോയായിരുന്നു. ഇതേപോലെ ഒരു 10 മിനിറ്റ് നല്ല ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടി അത് ബൂത്തിൽ കയറി ശ്വസിക്കുന്നു, പിന്നെ ഊർജ്ജസ്വലമായിട്ട് പോകുന്നു. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശമാണ്, സ്പേസാണ്. സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ ബ്രഹ്മാണ്ടം ഇന്ന് മലിനീകരിക്കപ്പെടുന്നു തരംഗ മാലിന്യങ്ങളെ കൊണ്ട്. ധാരാളം ഉപഗ്രഹങ്ങൾ കൃത്രിമമായിട്ട് നമ്മൾ അയച്ചു, അതിൻ്റെ തരംഗങ്ങൾ. അതേപോലെ തന്നെ നമ്മളെ ആധുനിക സാങ്കേതിക വിദ്യ, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെ തരംഗങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മളെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ടവറുകൾ, ഇതെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അങ്ങാടി കുരുവികൾ എന്ന് പറഞ്ഞൊരു കുരുവി നമ്മുടെ അങ്ങാടികളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് വരി കച്ചവടമൊക്കെ നടക്കുന്ന ചന്തകളിൽ എപ്പോഴും സജീവമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങാടി കുരുവികളില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ അങ്ങാടിയുടെയും പരിസരത്ത് മൊബൈൽ ടവറുകൾ വന്നതോടുകൂടി അതിൻ്റെ റേഡിയേഷൻ കാരണമാണ് ഈ ഒരു വർഗം ഇല്ലാതായത് എന്നാണ് പറയുന്നത്. ഇതേപോലെ ചെറുജീവികൾ ധാരാളം ഈ തരംഗ ആഘാതമേറ്റ് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പഠനങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ പഞ്ചഭൂത സംരക്ഷണത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെല്ലാം വേണ്ടത് നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനാണെന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. ഭൂമിയെ സംബന്ധിച്ച് അതിന് സ്വാഭാവികമായി എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ അതിനെ ഇടപെട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി.
ഇപ്പോൾ വനം നമ്മളാരും വെച്ചുപിടിപ്പിച്ചതല്ല. ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഭൂമിക്ക് സ്വന്തമായിട്ട് പുഷ്ടിപ്പെടുത്താനുള്ള ആന്തരികമായ ശക്തിയും ആ ആന്തരികമായ ശക്തി പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ തടസ്സമായി ചെല്ലുന്ന സമയത്താണ് ഭൂമിക്ക് പ്രശ്നം. അല്ലാതെ ഭൂമിയെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ട. നമുക്കാകെ ചെയ്യാവുന്നത് ഭൂമിയെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. അത് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറായാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൗമദിനത്തിൽ ഈ നിലയ്ക്കുള്ള കുറച്ച് ചിന്തകൾ പങ്കുവെച്ചു എന്ന് മാത്രം. ഇതിൽ എല്ലാവരും പങ്കാളികളായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു സുപോഷണ അഭിയാൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അവനവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത്രയും സമയം ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.